ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ. എ ഡേ ഇൻ മൈ ഹോം. അപ്പോൾ അതാ നേരെ അടുക്കളയിലേക്ക് വിടുകയാണ്. അവിടെ അമ്മയുണ്ട്, അശ്വതിയുണ്ട്. അപ്പോൾ അമ്മ അവിടെ അപ്പം ചൂടുന്നു, അശ്വതി അവിടെ പപ്പടം കാച്ചിയാണ്. കറി അശ്വതിയുടെ വകയാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ മുരുമുര ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റേഡിയോ ഒന്ന് കേൾക്കാം. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഈ ഒരു റേഡിയോയിലുള്ള സംഭാഷണങ്ങളൊക്കെ എന്നും രാവിലെ കേൾക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇത് ഓണാവാറുണ്ട്. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അപ്പം ചൂടട്ടെ, നമുക്ക് അച്ഛനെ ഒന്ന് അന്വേഷിച്ച് പോവാം. അപ്പോൾ അച്ഛൻ രാവിലെ എന്നും തൊടിയിൽ നമ്മുടെ പറമ്പിൽ പണിയെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, അച്ഛൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളെ. അതുപോലെ തന്നെ കാഴ്ചകളും കാണിച്ചു തരാം. ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടു നടക്കുന്ന അച്ഛനാണ്. ഇപ്പോൾ പുല്ലെല്ലാം ചെത്തി അത് വൃത്തിയാക്കി നീറ്റാക്കി ഇടുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഭാഗം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ ചെയ്ത പണിയാണ്, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു, ചില മരങ്ങളൊക്കെ ഇങ്ങനെ തുണി വെച്ചിട്ടും ഷീറ്റ് ഈ പച്ച കളറുള്ള ഗ്രീൻ കളറുള്ള ഷീറ്റ് വെച്ച് കെട്ടിയിരിക്കുന്നതൊക്കെ കണ്ടില്ലേ. അതെന്തിനാന്ന് വെച്ചാൽ ഈ വെയിൽ കൊണ്ടിട്ട് ചെടിയൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കവുങ്ങിൻ്റെയൊക്കെ അതേ പാള അത് വെച്ചിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഉള്ളിൽ. അതുപോലെ തന്നെ വാഴയുടെ ഇല, ഉണങ്ങിയ ഇലയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരുപാട് വെയിലടിക്കാതിരിക്കാനും വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ തെങ്ങുകളൊക്കെ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മാറ്റി പുതിയ തെങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരു തരം വണ്ടുകൾ വന്നിട്ട് കുത്തി ഓട്ടയാക്കി അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാണിച്ചു തരുന്നുണ്ട് അച്ഛൻ. കണ്ടങ്ങനെ തുളച്ചിട്ട് പോകും. അത് ഏറ്റവും തേവ് നമ്മൾ തുളയ്ക്കുക. ചെറുതായി തിന്നാണ്. ചെറിയാകുമ്പോൾ അവിടെ തിന്ന് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ അങ്ങനെ തിന്നൊന്നിച്ച് കൂട്ടി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒക്കെ പോയി അതിന് വിഷം ഒഴിച്ചു കൊടുക്കുക. അതിന് തലക്കൂടെ ചെല്ലും വിഷം അപ്പോൾ ചാവും, ശരീരത്തിനും ചാവും. അങ്ങനെ എല്ലാ തെങ്ങും ഉണ്ടായിരുന്നു. തെങ്ങിൽ എന്ത് വിഷമാണ് ഇട്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് ഞാനിതിലേക്ക് കമൻ്റായിട്ട് ആഡ് ചെയ്യാം. ഈ പറമ്പിലൊക്കെ ഉള്ള പുല്ല് എങ്ങനെ ചെത്തിക്കളയാന്ന് അച്ഛൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ആരെ പോവാ പാറുവോ? ഇതിങ്ങനെ തലേ വേനൽക്കാലത്ത് ചൂട് കുറയും ചെയ്യും. ഇങ്ങനെ ഉണങ്ങി മഴയൊക്കെ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ അച്ഛൻ ഇതേപോലെ പറമ്പിൽ പണിയെടുക്കുമ്പോൾ ഞാൻ പോയി നിന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫോട്ടോസ് എടുക്കാറുണ്ട് ഞാൻ. മക്കളൊക്കെ ഇതേപോലെ ചിലപ്പോൾ ചെറിയൊരു കൈക്കോട്ടുണ്ട്, അതൊക്കെ കൊണ്ട് പിന്നാലെ വരാറുണ്ട് അച്ഛൻ്റെ. ഇതിപ്പോൾ രാവിലെ ആയത് കാരണം പിള്ളേരൊന്നുമില്ല. അപ്പോൾ അവരുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പണിയെടുക്കുന്നതൊക്കെ. പക്ഷെ അച്ഛൻ്റേതായിട്ടൊരു വീഡിയോ ഞാൻ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. അത് അവിടെ അപ്പു സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെല്ലെ വീട്ടിലേക്ക് തന്നെ ഇറങ്ങിയിട്ടോ. ഇനി മക്കളെയൊക്കെ ഒന്ന് ഫുഡ് കഴിപ്പിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ അതാ ഒരാളിവിടെ കഴിക്കില്ല എന്നുള്ള വാശിയിലിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അവന് ഫുഡ് വേണ്ടാന്നാണ് അവൻ പറയുന്നത്. എൻ്റെ വീഡിയോയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഹിത്തൂനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഹിത്തൂനെ കണ്ടിട്ടില്ല ആരും. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ഇങ്ങനെയാണുള്ളത്. ക്യാമറ ഓണാണെന്ന് പറയുമ്പോഴാണ് ഈ കഴിക്കാനൊരു ഇൻട്രസ്റ്റും സൂപ്പർ എന്നൊക്കെ പറയുന്നത് അവൻ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സിനിമ കാണാമായിരുന്നേ. അപ്പോൾ ഒരുപാട് പഴയതല്ലാത്തതും എന്നാൽ പുതിയതല്ലാത്തതുമായിട്ടുള്ള ഒരു സിനിമ, എല്ലാവർക്കും അറിയാം, വാഴ. ഞാൻ ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കങ്ങനെ സിനിമ കാണാനൊന്നും സമയം കിട്ടാറില്ല. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഈ എഡിറ്റിംഗ് ആയിരിക്കും എൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു സിനിമ കണ്ടു കേട്ടോ. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായി. ഞങ്ങൾ ലഞ്ച് കഴിച്ച് അതിനുശേഷം ഇവാന് കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലേക്ക്. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു പോയി കളിക്കുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ ഹോംവർക്ക് ചെയ്യാനിരുന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തു പോയി ക്രിക്കറ്റ് കളിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ചെറിയ രണ്ടാളും കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറിയൊരു വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇതുപോലെ കളിച്ചിട്ടുണ്ട്. ഞാനും ഏട്ടനും പിന്നെ തൊട്ടടുത്ത വീട്ടിലെ കുറേ ഏട്ടന്മാരും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഇതുപോലെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇവരെ ഈ കളി കണ്ടപ്പോൾ ഓർത്തത് കേട്ടോ. അപ്പോൾ കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിരുന്നേ. അപ്പോൾ സ്നാക്സിന് പഴംപൊരി ഉണ്ട്, അതുപോലെ ഉള്ളിവട ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിവടയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഉള്ളിവടയുടെ സ്പോൺസറാണ് കേട്ടോ ഈ ഇരിക്കുന്ന അച്ഛൻ്റെ ചേച്ചി. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ഞങ്ങളിവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഇന്നത്തെ ഈ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്തത് ഇതുപോലെയാണ്.